ഹായ് വെൽക്കം ബാക്ക് ടു കൊല്ലം ചാനൽ. നമുക്കിന്നിവിടെ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയി കഴിയുമ്പം അത് നമുക്ക് എങ്ങനെ ഇപ്പം ആഡ് ആവുന്നുള്ളതാണ് നമുക്കിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിപ്പോൾ എൻ്റെ ചാനലാണ്. ഓക്കെ, ഇത് എൻ്റെ ചാനലിൻ്റെ ഒരു ഇമേജാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റുഡിയോ എടുക്കുമ്പം സ്റ്റുഡിയോയ്ക്ക് അതാണെങ്കിൽ നമുക്ക് മോണിറ്റൈസ്ഡ് ആയതിൻ്റെ ആഡെല്ലാം കാണിക്കും. ഡോളർ സിമ്പൽ ഗ്രീൻ കളറിനെ കാണിക്കും. അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസ്ഡ് ആയി നമുക്ക് കൺഫേം ആവുന്നത്. ഓക്കെ, എല്ലാം ഗ്രീൻ കളറിനെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം അതിന് എങ്ങനെ ആഡ് ആവുന്നുള്ളത് ജസ്റ്റ് പറയാം. ജസ്റ്റ് നമ്മൾ യൂട്യൂബ് ക്രോമിൽ ഓപ്പൺ ചെയ്യുക. ക്രോമിൽ ഓപ്പൺ ചെയ്തിട്ട് ഡാഷ് ബോക്സ് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഓൾ വീഡിയോസ് എടുക്കുക. എല്ലാ വീഡിയോസും ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ആഡ് കാണിച്ചിട്ടുണ്ടെന്ന് നോക്കുക. ഓക്കെ, ഡോളർ സിമ്പിൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാം എനേബിൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതാണോ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഡോളർ സിമ്പിൾ എടുക്കുക. അപ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള ആഡുകൾ കാണിക്കും. ഒന്ന് ഡിസ്പ്ലേ ആഡ്, ഓവർലേ, പിന്നെ സ്പോൺസേർഡ്, നോൺ സ്കിപ്പബിൾ, സ്കിപ്പബിൾ. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഓണാന്ന് നോക്കുക. ഇത് ഓൺ ഓപ്ഷനും ഓഫ് ഉണ്ട്. ഇത് ഓഫ് ആണെങ്കിൽ ഇതെല്ലാം ഓഫായി കിടക്കും. നമ്മളിപ്പോൾ ഓണാക്കി കൊടുത്തിരിക്കുന്നത്. ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഓണാക്കിയിട്ട് ഡൺ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നോക്കുക ഡ്യൂറേഷൻ, ബിഫോർ വീഡിയോ, ഡ്യൂറിങ്, മിഡ്, വീഡിയോയുടെ ഇടയ്ക്കിട്ട് കൊടുക്കാനുള്ള. ഓക്കെ, പിന്നെ ആഫ്റ്റർ, അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ കൊടുക്കുക, ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് സേവ് ഓപ്ഷൻ കൊടുക്കുക. സേവ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങിയിട്ട് വീണ്ടും അത് കയറിയ അതേ സെയിം വീഡിയോ നമ്മളിപ്പോൾ കയറിയതാണ്, ഇതാണ് കയറിയത്. ആ സെയിം വീഡിയോ തന്നെ ഒന്നുകൂടെ കയറി നമ്മൾ നോക്കുക. അത് ഓണായി കിടപ്പുണ്ടെന്ന് നോക്കുക. ജസ്റ്റ് ഓൺ ആണെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഓട്ടോമാറ്റിക് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു ഐഡിയിൽ നിന്ന് കണ്ടിന്യൂസ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആഡ് വരത്തില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഒക്കെ നോക്കും മാത്രമേ വരൂ. അതുകൊണ്ട് ഔട്ട്സൈഡ് വ്യൂ മാത്രമേ നമുക്ക് ആഡ് കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ അക്കൗണ്ട് വെച്ചിട്ട് കണ്ടിന്യൂസ് എപ്പോഴും ആഡ് നോക്കിക്കഴിഞ്ഞാൽ ആഡ് കാണാൻ പറ്റത്തില്ല. ചിലപ്പം കാണാൻ മിസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.